ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ലിനൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ബോഗൻവില്ലയുടെ കളക്ഷനൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ ഏകദേശം കുറച്ചൊക്കെ വെറൈറ്റീസ് നമ്മുടെ കയ്യിലും ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നുമില്ല, കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ ആയിട്ട് കളക്ട് ചെയ്ത പ്ലാന്റുകളാണ്. അപ്പോൾ ഒരു 33ഓളം വെറൈറ്റീസ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ 2-3 പ്ലാന്റൊക്കെ നമ്മൾ പിന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് കയ്യിൽ കിട്ടിയിട്ടില്ല. പിന്നെ 3 പ്ലാന്റൊക്കെ നമ്മളിപ്പോൾ നട്ടിട്ടേ ഉള്ളൂ, ഒക്കെ തളിർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ളതിലൊക്കെ നിറയെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ബെസ്റ്റ് ടൈം കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഇതുപോലൊരു അവസരം ഇനി കിട്ടാൻ തോന്നുന്നില്ല. ഇപ്പോൾ ഏകദേശം എല്ലാത്തിലും പൂക്കളായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഒന്നാമത്തെ വെറൈറ്റീസ് നമ്മുടെ പൂന വൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു ട്രിപ്പ് പൂക്കൾ കഴിഞ്ഞ് 2ാം ട്രിപ്പ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അടുത്തത് ചില്ലി യെല്ലോ. പിന്നെ ഉള്ളത് ഇതിൻ്റെ ID അറിയത്തില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്തത് കയാട്ട എന്ന് പറയുന്ന ഒരു വെറൈറ്റീസ് ആണ് കേട്ടോ. ഇതിലൊക്കെ നിറയെ പൂക്കളുണ്ടാവും. ഇതൊക്കെ പൂ വരുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് സിംഗപ്പൂർ പിങ്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റീസ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത വലിയ ലീഫുകളും പൂക്കളും തന്നെ നല്ല വലുപ്പമുണ്ട്, നല്ല ബുഷി പോട്ടായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അടുത്തത് ഫയറോപ്പോൾ എന്ന് പറയുന്ന ഒരു വെറൈറ്റീസ് ആണ്. ഇതൊക്കെ നമ്മൾ ചെറിയൊരു പ്ലാന്റ് വാങ്ങിയിരുന്നു, ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ID അറിയത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒരു പർപ്പിൾ ചെറിയ പൂക്കളായിട്ടുള്ളതാണ്. ഇത് ഗോൾഡൻ സൺഷൈൻ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പൂക്കൾ പല വർണ്ണങ്ങളിൽ വിരിയും. ഇപ്പോൾ ഇത് വിരിഞ്ഞ് വരുന്നൊരു ടൈമാണ്. അപ്പോൾ നല്ല യെല്ലോ ഒരു കളറാണ് കേട്ടോ. അത് കളർ മാറി വരും. ഇത് വീര പിങ്ക് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു ട്രിപ്പ് പൂക്കൾ കഴിഞ്ഞ് 2ാം ട്രിപ്പ് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു പിങ്ക് കളറാണ്. പിന്നെ ഇത് നല്ല ഡാർക്ക് പിങ്ക് കേട്ടോ, നല്ല ഭംഗിയിലൊരു കളറ്. അതിൻ്റെ ID അറിയത്തില്ല. പിന്നെ ഇത് ഡോക്ടർ റാവു പറയുന്ന ഒരു വെറൈറ്റീസ് ആണ്. ഇതിലിതാ വെരിക്കേറ്റഡ് ലീഫാണ് കേട്ടോ. പിന്നെ ഇത് സൺസെറ്റ് ഓറഞ്ച് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതും വെരിക്കേറ്റഡ് ലീഫായിട്ട് ഓറഞ്ച് കളേഴ്സ് പൂക്കളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരു പ്ലാന്റിൽ ഇപ്പോൾ പൂക്കളില്ല. ഇത് ഹവായി പർപ്പിളാണ് കേട്ടോ. അപ്പോൾ ഇത് പൂവായി വരുന്നേ ഉള്ളൂ. നമ്മളിത് പ്രൂൺ ചെയ്തപ്പോൾ പ്രൂൺ ചെയ്തു. പിന്നെ ഇത് തളിർത്ത് വരാനായിട്ട് കുറച്ച് വൈകി. ഇപ്പോൾ അതിൽ പൂക്കളാവുന്നേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള കഴിഞ്ഞ വർഷം നമ്മൾ നട്ട പ്ലാന്റുകളാണ് കേട്ടോ. ചെറിയ ചെറിയ പ്ലാന്റുകൾ കട്ടിങ്സ് പിടിപ്പിച്ചതാണ്. ഇതിലൊക്കെ ഇപ്പോൾ അതേ പൂക്കളായി. അപ്പം ഞാനിത് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. അടുത്തതായിട്ട് നമ്മുടെ മതിന്മേലൊക്കെ നിറയെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇതിലൊക്കെ നാടൻ വെറൈറ്റീസും ഉണ്ട്, ഹൈബ്രിഡും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും പാടെ കൂടിയിട്ടാണ് ഒരു 33ഓളം കളക്ഷന് നമ്മുടെ കയ്യിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ടൈം കഴിഞ്ഞ വർഷമൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അതിൻ്റെ ID അറിയത്തില്ല. അടുത്തത് പോട്ടിൽ നമ്മുടെ റൂബി റെഡ് ആണ് കേട്ടോ. അത് പൂക്കളായി വരുന്നേ ഉള്ളൂ. നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ ID അറിയത്തില്ല. അതിമ വൈറ്റും ഈ ഒരു പിങ്കും കൂടിയിട്ടുള്ള പൂക്കളുണ്ടാവും. അടുത്തതായിട്ട് ഒരു യെല്ലോ വെറൈറ്റീസ് ആണ്. ഇത് മതിന്മേൽ നല്ല ഉയരമുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും വീഡിയോ എടുക്കാൻ എത്തുന്നില്ല. അടുത്തതായിട്ടുള്ളത് ഒരു ചില്ലി റെഡ് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ. അടുത്തതായിട്ട് ഈ ഒരു കട്ട പിങ്ക് ആയിട്ടുള്ള ഈ ഒരു വെറൈറ്റീസാണ്. പിന്നെ ഈ ഒരു പ്യുവർ വൈറ്റ്. ചിലതിൻ്റെ ഒന്നും ID നമുക്ക് അറിയത്തില്ല കേട്ടോ. ഇത് അതേപോലെ കട്ട പൂക്കളോട് കൂടിയിട്ടുള്ള ഒരു ഓറഞ്ച് കളേഴ്സാണ്. ഇതിൻ്റെ വൈറ്റും ഉണ്ട് കേട്ടോ. പിന്നെ ജുവൽ എന്ന് പറയുന്ന ഒരു വെറൈറ്റീസാണ്. പിന്നെ ഇത് പർപ്പിൾ കളേഴ്സുള്ള ഒരു വെറൈറ്റീസാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നാടനും ഹൈബ്രിഡും ഒക്കെ മിക്സ്ഡ് ആയിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു ഓറഞ്ച് കളേഴ്സ്. പിന്നെ ഈ ഒരു ടൈപ്പ് കേട്ടോ, ഇതിങ്ങനെ കട്ടപ്പൂക്കളോട് കൂടിയിട്ടുള്ളതാണ്, ഒരു വൈറ്റ് കളേഴ്സ്. അപ്പോൾ ഇതൊക്കെ പൂക്കളൊക്കെ കരിഞ്ഞു തുടങ്ങി. പിന്നെ ഇത് ഒരു ഡബിൾ കളർ പൂക്കളാണ് കേട്ടോ. അതിൽ വൈറ്റും പിങ്കും പാടെ കൂടിയിട്ടുള്ളതാണ്. വെരിക്കേറ്റഡ് ലീഫും ഉണ്ടാവും കേട്ടോ ഒരു ഭാഗത്ത്. ചില പ്ലാന്റുകളൊക്കെ നമ്മുടെ കയ്യിൽ 2-3 പോട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം നമ്മൾ വാങ്ങിച്ചിട്ടുള്ള പ്ലാന്റുകളിൽ നിന്നും കട്ടിങ്സ് പിടിപ്പിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഈ ഒരു കളേഴ്സ് ഉള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യം നമ്മുടെ ഈ ഒരു മതിന്മേലെ ഇന്ന് സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ഫുള്ള് പോട്ടിലാക്കി. അപ്പോൾ ബാക്കിയുള്ളത് കാക്കൂണ്ടിയിട്ട് മതിൽമക്ക് തട്ടിയതാണ് കേട്ടോ. കണ്ടില്ലേ? ഇനി അതും ഇൻഷാ അല്ലാഹ് പോട്ടിലേക്കൊക്കെ മാറ്റി സെറ്റ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഇതൊരു വെറൈറ്റി, ഒരു ഗ്രീൻ ഷെയ്ഡോട് കൂടിയിട്ടുള്ള വൈറ്റ് കേട്ടോ. ഇതിൻ്റെ ID അറിയത്തില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാ പ്ലാന്റുകളും റിപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഒക്കെ പോട്ടിലേക്ക് മാറ്റണം എന്നാണ് കേട്ടോ ആഗ്രഹം. കവറുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഫുൾ പ്ലാന്റുകളും പോട്ടിലേക്ക് മാറ്റണം എന്നാണ് കേട്ടോ ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വെറൈറ്റീസ്. അപ്പോൾ കുറച്ച് കളക്ഷന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം റെഡ്, അതേപോലെ നമ്മുടെ ബോഗൻവില്ലയിലെ താരം മഹാറാണി,
പിന്നെ അദർണ, ബട്ടർ കപ്പ് ഈ ഒരു പ്ലാന്റുകളൊക്കെ നാളെ നമ്മുടെ കയ്യിൽ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുകണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും പ്ലാന്റുകൾ തന്നെ ഈ ഒരു വർഷം നമ്മുടെ കയ്യിലുണ്ടാവുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോസൊക്കെ ആയിട്ട് കാണാം.